കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു കാട്ടിൽ 4 കഴുതക്കുട്ടന്മാരുണ്ടായിരുന്നു. രാമു, ശ്യാമു, ബിട്ടൻ, ബിൻസൻ എന്നിവരായിരുന്നു അവർ. നിമിഷ കഥകൾ ഉണ്ടാക്കി പറയാൻ സമർത്ഥരായിരുന്നു. അങ്ങനെ കഥകൾ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നത് അവരുടെ ഒരു വിനോദമായിരുന്നു. ഒരു ദിവസം അവർ 4 പേരും കൂടി കാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വഴിയിൽ വെച്ച് ഒരു കരടിച്ചേട്ടനെ കണ്ടുമുട്ടി. കരടിച്ചേട്ടന്റെ സ്വർണ്ണ നൂലുകൾ കൊണ്ടുണ്ടാക്കിയ ഷർട്ട് കഴുതക്കുട്ടന്മാർക്ക് വലിയ ഇഷ്ടമായി. എങ്ങനെയാണത് കൈക്കലാക്കുക എന്നവർ ഒരു നിമിഷം ആലോചിച്ചു. ഉടൻ തന്നെ അവർ കരടിച്ചേട്ടനുമായി പരിചയപ്പെട്ടു. പിന്നെ അവർ 4 പേരും കൂടി കരടിച്ചേട്ടനുമായി കാട്ടിലെ കാഴ്ചകൾ കണ്ട് അങ്ങനെ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ക്ഷീണം തോന്നി. അല്പനേരം വിശ്രമിക്കാൻ വേണ്ടി അവർ ഒരു മരത്തണലിൽ ഇരുന്നു. അങ്ങനെ ഇരിക്കെ രാമു പറഞ്ഞു, വല്ലാതെ ബോറടിക്കുന്നു. നമുക്ക് എന്തെങ്കിലും കഥകൾ പറഞ്ഞൊന്നിരിക്കാം. ശരിയാ. പക്ഷേ ഒരു കാര്യം, നമ്മൾ പറയുന്ന കഥ നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം അനുഭവങ്ങളാകണം. അവ ശരിയാണെന്ന് മറ്റുള്ളവർ തലയാട്ടി സമ്മതിക്കണം. സമ്മതിക്കാത്തയാൾ തന്റെ ഷർട്ട് ഊരി കൊടുക്കേണ്ടി വരും. എന്തു പറയുന്നു? സമ്മതിച്ചു. ആദ്യം രാമു കഥ പറയാൻ തുടങ്ങി. എന്റെ അമ്മ എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ എന്നെ മടിയിലിരുത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുറ്റത്ത് നിൽക്കുന്ന ഞാവൽ മരത്തിൽ ധാരാളം ഞാവൽ പഴങ്ങൾ കണ്ട് അമ്മയ്ക്ക് അത് കഴിക്കണമെന്നൊരാഗ്രഹം. ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഞാൻ അമ്മയുടെ മടിയിൽ നിന്നങ്ങ് ഇറങ്ങി മെല്ലെ മുട്ടിൽ നീന്തി നടന്ന് മരത്തിൽ വലിഞ്ഞു കയറി ഏറ്റവും മുകളിലെത്തി. എന്നിട്ട് ഒരു കുട്ട നിറയെ ഞാവൽപ്പഴങ്ങൾ പറിച്ച് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ കൊതിയോടെ അത് മുഴുവനും കഴിച്ചു. കഥ കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. പിന്നെ തലയാട്ടി സമ്മതിച്ചു. ഇവരുടെ കളി കണ്ടിരുന്ന കുരങ്ങച്ചൻ പതുക്കെ പറഞ്ഞു, എന്തിനു മൊട്ടെന്നോള, 6 മാസം പ്രായമുള്ള കുഞ്ഞ് മരം കയറിയോ? അടുത്തത് ശ്യാമുവിന്റെ കഥയായിരുന്നു. എന്റെ അമ്മ ഞാൻ ജനിച്ച പിറ്റേ ദിവസം എന്നെ തൊട്ടിലിൽ കിടത്തി കാട്ടിൽ പഴങ്ങൾ ശേഖരിക്കാൻ പോയി. അമ്മ വരാൻ വൈകിയപ്പോ എനിക്ക് വിശക്കാൻ തുടങ്ങി. ഞാൻ തൊട്ടിലിൽ നിന്ന് ഇറങ്ങി മുട്ടിലിഴഞ്ഞ് പുറത്തു വന്നു. അപ്പോ ദൂരെ കാട്ടിൽ ഒരു മാവ് നിറയെ മാമ്പഴങ്ങൾ ഞാൻ കണ്ടു. പഴുത്തു നിൽക്കുന്ന ആ മാമ്പഴങ്ങൾ പറിക്കാൻ ഞാൻ വേഗം ചെന്നു. മാവിൽ പിടിച്ചു കയറി മുകളിൽ ചെന്ന് കുറെ മാമ്പഴം പറിച്ചു തിന്നു. എന്നിട്ട് ഞാൻ കൈ നിറയെ മാമ്പഴങ്ങളുമായി വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴും അമ്മ വന്നിട്ടില്ലായിരുന്നു. ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. എന്നിട്ട് തലയാട്ടി സമ്മതിച്ചു. ഇത് കേട്ട് കുരങ്ങച്ചൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ഇമ്മാതിരി നുണ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ജനിച്ച പിറ്റേ ദിവസം തന്നെ കഴുതുകുട്ടി മരം കയറി മാമ്പഴം കഴിച്ചു. അടുത്തത് ബിട്ടന്റെ കഥയായിരുന്നു. എനിക്കന്ന് 1 വയസ്സാണ് പ്രായം. വീടിന്റെ മുന്നിലിരിക്കുമ്പോ ഒരു മുയൽ അവിടേക്ക് വന്നു. ഞാൻ അതിനെ പിടിക്കാൻ പുറകെ ഓടി. പിടിക്കാൻ ചെന്നപ്പോ പെട്ടെന്ന് ആ മുയൽ ഒരു കടുവയായി മാറിയെന്നേ. ആ കടുവ എന്നെ കടിക്കാൻ വന്നു. ഞാൻ എന്ത് ചെയ്തെന്നോ, ആ കടുവയുടെ പുറത്തേക്ക് ഒറ്റ ചാട്ടം ചാടി. എന്നിട്ട് വാലിൽ പിടിച്ച് കടുവയെ ഒറ്റ കുറക്കങ്ങോട്ട് കുറക്കി. കടുവയുടെ വാല് പറഞ്ഞു പോന്നേ. കടുവ ഓടിക്കളഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നിട്ട് തലയാട്ടി സമ്മതിച്ചു. ഇത് കേട്ട് കുരങ്ങച്ചൻ പറഞ്ഞു,
1 വയസ്സ് മാത്രം പ്രായമുള്ള കഴുതുകുട്ടി കടുവയുടെ വാൽ പറിച്ചെന്ന്. എന്റെ അമ്മോ, എന്തുമാതിരി നോണ. അടുത്തത് ബിൻസന്റെ കഥയായിരുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിലെ പുഴയിൽ മീൻ പിടിക്കാൻ പോയി. എന്റെ വഞ്ചിയിലിരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു വമ്പൻ സ്രാവ് വന്ന് എന്റെ വഞ്ചി മറിച്ചിട്ടുന്നേ. ഞാനുണ്ടോ വിടുന്നു. ഞാൻ ആ സ്രാവിനെ നല്ല ഇടിവെച്ചതും കൊടുത്തു. എനിക്ക് ആ സ്രാവിനെ പൊരിച്ചു തിന്നാൻ കൊതി തോന്നിയെന്നേ. ഞാൻ എന്ത് ചെയ്തെന്നാ, ഞാൻ ആ പുഴയുടെ നടുവിൽ ആ വെള്ളത്തിൽ തീ കൂട്ടി. എന്നിട്ട് ആ സ്രാവിനെ ചുട്ടങ്ങ് തിന്നു. വയറ് നിറച്ച് കഴിച്ചിട്ടാ പിന്നെ ഞാൻ നീന്തി കരയിലേക്ക് വന്നത്. ഇത് കേട്ട് എല്ലാവരും തലകുലുക്കി സമ്മതിച്ചു. കുരങ്ങച്ചൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനു മുട്ടുന്നോണ. പുഴയുടെ നടക്ക് വെള്ളത്തിൽ തീ കൂട്ടിന്ന് സാവിനെ ചുട്ടു നിന്ന്. അവസാനം കരടിച്ചേട്ടൻ എണീറ്റു കഥ തുടങ്ങി. എനിക്ക് തേനീച്ചകളെ വളർത്തുന്ന വലിയ കൃഷിയിടമുണ്ട്. ഞാൻ അവിടെ ഒരു മരം നട്ടു. ആ മരത്തിൽ 4 വലിയ പഴങ്ങളുണ്ടായി. ഓരോ പഴവും മുറിച്ചു നോക്കുമ്പോ അതിൽ നിന്ന് ഓരോ മനുഷ്യന്മാർ ഇറങ്ങി വരുന്നു. പിന്നെ പെട്ടെന്ന് അവർ കഴുതക്കുട്ടന്മാരായി മാറിയെന്നേ. ഞാൻ അവരെ പിടിച്ചു കൊണ്ടുവന്ന് എന്റെ തോട്ടത്തിൽ പണിക്ക് നിർത്തി. ഞാനില്ലാത്ത നേരത്ത് അവർ അവിടുന്ന് പോയിക്കളഞ്ഞു. അവരെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയതാണെന്നേ. ഇപ്പോഴാണ് ഞാൻ അവരെ കണ്ടുമുട്ടിയത്. നിങ്ങളാണ് എന്റെ തോട്ടത്തിൽ നിന്ന് ചാടിപ്പോയ കഴുതക്കുട്ടന്മാർ. ഇത് കേട്ട് കഴുതക്കുട്ടന്മാർ പരസ്പരം നോക്കി. എന്നിട്ട് വിഷമത്തോടെ തലയാട്ടി സമ്മതിച്ചു. എങ്കിൽ വാ, എന്റെ തോട്ടത്തിലേക്ക് വാ. ഇനി മുതൽ നിങ്ങൾ എന്റെ തോട്ടത്തിലെ പണിക്കാരാണ്. അവിടുന്ന് ഒരു സ്ഥലത്തേക്കും ഇനി പോവാൻ പാടില്ല. ഇത് കേട്ട് കുരങ്ങച്ചൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, എന്തായി? നുണ പറയണ അതിരൊക്കെ വേണ്ടേ? നിങ്ങളുടെ സൂത്രം പാളിപ്പോയല്ലേ? അങ്ങനെ കരടിച്ചേട്ടൻ കഴുതക്കുട്ടന്മാരെയും കൊണ്ട് തന്റെ തേനീച്ച തോട്ടത്തിലേക്ക് പോയി. പണികളൊക്കെ ഏൽപ്പിച്ചു. ആ മടിയന്മാർക്ക് പിന്നെ നല്ല പണിയെടുത്ത് ജീവിക്കേണ്ടി വന്നു. കൂട്ടുകാരെ, അതിമോഹം ആപത്താണെന്ന് കേട്ടിട്ടില്ലേ? നുണയും തട്ടിപ്പുകളും കാണിച്ച് ആരിൽ നിന്നും ഒന്നും നേടിയെടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ. എപ്പോഴും സത്യം മാത്രം പറയാൻ ശ്രദ്ധിക്കണം കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.